പനിയാണേ. അപ്പം സ്വരത്തിൽ അതിന്റെ മാറ്റം ഉണ്ടാവും. നിങ്ങളെ കാത്തിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു സാഹസത്തിന് ഇറങ്ങിയത്. സോറി. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം. രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു കൃഷ്ണ. പുറത്തിറങ്ങി ആദ്യം നോക്കിയത് നിലത്തേക്കായിരുന്നു. ഛർദ്ദിച്ചിട്ട് വൃത്തിയായി കിടക്കുന്ന കണ്ടതും അവന്റെ മുഖം ചുളിഞ്ഞു. ഒപ്പം അവിടെ ആകെ തുടർച്ചിട്ടിരിക്കുന്നത് കൂടി കണ്ടതും അതുവരെ ഇല്ലാതിരുന്നൊരു ദേഷ്യം അവനുള്ളിലാകെ അങ്ങ് നിറഞ്ഞു. ആ ഒരു വാശിയോടെയാണ് മുറി തുറന്നവൻ പുറത്തേക്കിറങ്ങിയത്. ഹാളിലാകെ നോക്കി അവളെ കാണാതെ വന്നതും അത് പിന്നെ അങ്ങ് കൂടി. നേരെ പോയി നോക്കിയ ബാൽക്കണിയിലും അടുക്കളയിലും മറ്റേ മുറിയിലും കൂടി കാണാതെ വന്നതും പിന്നെ പറയാതിരിക്കുകയായിരുന്നു ഭേദം. അവൾ തിരിച്ചുപോയി എന്ന് ചിന്തിച്ചവൻ നേരെ കണ്ട ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് ഉടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് മുന്നിലെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നവളെ കണ്ടത്. ബാത്റൂമിലാണ് അവളെന്ന് അറിയിക്കാൻ എന്ന പോലെ അവളുടെ കഴുത്തിലും മുഖത്തിലും ആകെ പടർന്ന വെള്ളത്തുള്ളികളും തലയിലെ ആ മുടിക്കെട്ടും മാത്രം മതിയായിരുന്നു. അതുവരെ വാശിയോടെ നിന്നവൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു. പെണ്ണ് ഞെട്ടി ഒന്ന് പിന്നോക്കം പോയി. ഒപ്പം ഭിത്തിയിലേക്ക് ഇടിച്ചു നിന്നുപോയവൾ. സത്യത്തിൽ അവന്റെ ആ പിടുത്തത്തിൽ പകച്ചു പോയിരുന്നു പെണ്ണ്. തന്റെ ശരീരത്തിൽ മുറുകുന്ന കൈകളുടെ മുറുക്കത്തിൽ നിന്ന് തന്നെ അറിയാം അവന്റെ മനസ്സിൽ എന്തായിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അവനെ തള്ളിമാറ്റാനോ അല്ലെങ്കിൽ അവനിൽ നിന്ന് കുതറി മാറാനോ ഒന്നും ശ്രമിക്കാതെ അവൾ അങ്ങനെ നിന്നുകൊടുത്തു. അവന്റെ പിടുത്തത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ ദേഹം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. എന്തിന്? ശ്വാസം പോലും എടുക്കാൻ പാടുപെട്ടവൾ എപ്പോഴും ഒന്ന് പിടഞ്ഞതും അവൻ പെട്ടെന്ന് കൈകൾ അഴിച്ച് അവളെ നോക്കി. ആഞ്ഞാഞ്ഞ് ശ്വാസം വലിച്ച് മുഖം കുനിച്ച് നിൽക്കുന്നവളെ അവൻ പിന്നെയും നെഞ്ചിലേക്ക് തന്നെ വലിച്ചിട്ടു. പക്ഷെ ഇത്തവണ പഴയ പോലെ അത്രയും ഞെക്കി പൊട്ടിച്ചില്ല. അവള് മുഖം ആ നെഞ്ചിലമർത്തി ഒപ്പം നേർമയിൽ ചുണ്ടെന്ന് തൊട്ടു. അവന്റെ ശരീരം വിറയ്ക്കുന്നത് അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. പെണ്ണിന്റെ കണ്ണു നിറഞ്ഞു. കഴിഞ്ഞ 4 ദിവസമായി ആഹാരമില്ലാതെ മദ്യത്തിൽ മാത്രം നിന്നവന്റെയാണ് കുറച്ചു മുന്നേ ഛർദ്ദിച്ചത്. അവനെ നിർബന്ധിച്ചായാലും എന്തെങ്കിലും കഴിപ്പിക്കണമെന്നുള്ള അഗ്നിയേട്ടന്റെ വാക്കുകൾ ഓർക്കെ അവനെ എങ്ങനെയും കഴിപ്പിക്കണം എന്നുള്ള ചിന്തയായി അവളുടെ മനസ്സിൽ. വിച്ചേട്ടാ. ആ വിളിയില് അവൻ കൈകൾ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടി മുറുക്കി. അവള് പെരുവിരൽ അല്പം ഒന്ന് പൊങ്ങി. വിശക്കുന്നില്ലേ? വായോ, കഴിക്കാം. ടേബിളിൽ ഇരിക്കുന്ന ആഹാരം നോക്കി അവള് മെല്ലെ ചോദിച്ചു. എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ മാത്രമേ അഗ്നിയേട്ടൻ കൊണ്ടുവന്ന ടാബ്ലറ്റ് കൊടുക്കാൻ കഴിയൂ. താൻ പറഞ്ഞിട്ട് അവൻ അനങ്ങുന്നില്ലെന്ന് കണ്ടതും പെണ്ണ് തല ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. ഒപ്പം വലതുകൈ അവന്റെ കവിളിൽ വെച്ച് മെല്ലെ ഒന്നുകൂടി നോക്കി കഴിക്കാൻ ആവശ്യപ്പെട്ടു. വായോ. നിന്നോടാരാ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യാൻ പറഞ്ഞേ? ചോദിക്കുമ്പോ അവന്റെ ശബ്ദത്തിലുണ്ടായിരുന്ന ദേഷ്യവും വാശിയും അറിഞ്ഞവൾ കണ്ണടച്ചു. പറയടി, നീ ഇവിടെ ജോലി ചെയ്യാൻ വന്നതാണോ? ഇത്തവണ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചോദ്യത്തിൽ പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞുപോയി. തന്റെ പിടുത്തം അവളെ നോവിച്ചെന്ന് തോന്നിയവൻ അടുത്ത നിമിഷം വലതു കൈ ചുരുട്ടി ചുമരിൽ ആഞ്ഞടിച്ചു. രണ്ടാമതും ആ കൈ ചുമരിലേക്ക് കൊണ്ടുവന്ന കണ്ടതും അവൾ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അല്പം ഉയർന്ന് അവന്റെ ചുണ്ടിലേക്ക് അമർത്തി ചുംബിച്ചു. ദേഷ്യത്തോടെ സ്വയം നോവിക്കാനായി കൈ ഉയർത്തിയവൻ ഒറ്റ നിമിഷം കൊണ്ട് വിറച്ച പോലെ നിന്നുപോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന്. ഇത്തവണ ശരീരമാകെ മിന്നൽ പടർന്നത് വംശിയിലായിരുന്നു. തനിക്കൊപ്പമെത്താൻ കാലുയർത്തി നിൽക്കുന്നവളെ ഇടത് കൈയിലൂടെ അല്പം പൊക്കി പിടിച്ചുകൊണ്ട് വംശി തന്റെ ചുണ്ടുകളിൽ ഒന്ന് തൊട്ടുനോക്കി. അല്പം മുന്നേ അവളുടെ ചുണ്ടുകൾ തന്റെ ചുണ്ടുകളെ തൊട്ടോ എന്നുള്ള സംശയം തീർക്കാനെന്ന പോലെ. ധാത്രി. വലതു കൈ കൂടി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ അവന്റെ ശബ്ദം വല്ലാതെ നേർത്തുപോയിരുന്നു. പക്ഷേ അവന്റെ കഴുത്തിലറിഞ്ഞ ചൂടിൽ അവൻ പെട്ടെന്ന് അവളുടെ മുടിയിലൂടെ കൈയിട്ട് തല പിടിച്ചുയർത്തി നോക്കി. നോക്കുമ്പോൾ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകിയാണ്. ഇത്തിരി മുന്നേ അവനിൽ കണ്ട ശാന്തത മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല. എന്താടി, എന്നെ ഒന്ന് ഉമ്മ വെച്ചതിന്റെ സങ്കടമാണോ നീ ഇങ്ങനെ മോങ്ങി തീർക്കുന്നത്? എന്താ, ഞാൻ അത്രയ്ക്കും വെറുക്കപ്പെട്ടവനാണോ നിനക്ക്? അലറും പോലെയുള്ള ചോദ്യത്തിൽ അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഒപ്പം അവൻ ചോദിച്ച ദേഷ്യത്തിന്റെ വാശി തീർക്കാനെന്ന പോലെ
എത്തുന്നിടത്തെല്ലാം അവളുടെ ചുണ്ടുകൾ അവനിൽ പല പ്രാവശ്യം ഉയർന്നു പൊങ്ങി. വംശി പെട്ടെന്ന് ശാന്തനായി. വാശി നിറഞ്ഞിരുന്ന മുഖം വിടരുകയും ചുണ്ടിൽ അത്രയും മനോഹരമായ പുഞ്ചിരി വിരിയുകയും ചെയ്തത് അവൾ ആ നിമിഷം കണ്ടിരുന്നില്ല. ആകെ മൊത്തം അവൾക്കുള്ളിൽ ദേഷ്യം മാത്രമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ മുഖമുയർത്തി നോക്കുമ്പോൾ കാണുന്നത് അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ നിൽക്കുന്നവനെയാണ്. അത് കണ്ടതും ആ നെഞ്ചിൽ അമർത്തി കടിച്ചു പെണ്ണ്. വേദനയിൽ കണ്ണുകൾ ഇറുക്കി അടയ്ക്കുമ്പോഴും അവളിലെ പിടി ഒരൽപ്പം പോലും അയക്കാതെ പെണ്ണിനെ നെഞ്ചിൽ തന്നെ ചേർത്ത് നിർത്തി വംശി. ഒരിക്കലും അകറ്റില്ല എന്ന വാശി പോലെ. അതേസമയം തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇറുക്കിപ്പിടിച്ചു നിൽക്കുന്നവനോട് അവൾക്ക് ദേഷ്യവും വാശി സങ്കടവും ഒക്കെ തോന്നി തുടങ്ങി. അതിന്റെ ഒരിതിൽ ഇരു കൈകളും വെച്ചവന്റെ നെഞ്ചിൽ തല്ലി താഴെ ഇറങ്ങാൻ ശ്രമിക്കുന്നവളെ വംശി ദേഷ്യത്തോടെയാണ് നോക്കിയത്. എന്നിൽ നിന്ന് അകന്നു മാറിയാൽ ഞാൻ ഇനിയും എന്നെ വേദനിപ്പിക്കും ധാത്രി, സത്യം. വാശിയോടെ അല്പം കൂടി ഉയർത്തി അവനത് പറഞ്ഞതും പെണ്ണവന്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റി ആ തോളിലേക്ക് തന്നെ മുഖം വെച്ചു. അതുകൂടിയായതും വംശിയുടെ മുഖം ഒരിക്കൽ കൂടി വിടർന്നു. ഒപ്പം ചുണ്ടിൽ തത്തിക്കളിച്ച പുഞ്ചിരിയിൽ വല്ലാത്ത അഹങ്കാരം നിറഞ്ഞു. അവൻ പെണ്ണിനെ അങ്ങനെ പൊക്കി ടേബിളിനവിടേക്ക് നടന്ന് അവളെ അവിടെ ഇരുത്തിക്കൊണ്ട് മുന്നിലെ കവറിലേക്ക് നോക്കി. അഗ്നി. അവൾ തലയാട്ടിയതും അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കസേരയിലേക്കിരുന്നു. പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയതും അവൻ അവളെ പിന്നെയും അവിടെ തന്നെ ഇരുത്തി. ഇനി ഒരു വഴക്ക് കൂടി വയ്യാത്തതുകൊണ്ട് തന്നെ എടുത്തു വച്ചിരുന്ന പ്ലേറ്റിലേക്ക് ഇഡലിയും കറിയും എടുത്തു വെച്ചവൾ ചെക്കനെ നോക്കി. അവന്റെ നോട്ടവും ഒരു നിമിഷം പോലും അവളിൽ നിന്ന് അകന്നില്ല. അല്പം മുന്നേ ഇട്ടുവെച്ചിരുന്ന കോഫി ഫ്ലാസ്കിലാക്കിയിരുന്നതിൽ നിന്നും ഒരു കപ്പെടുത്ത് അവന് മുന്നിലേക്ക് വെച്ചവൾ അല്പം കൂടി അവന് നേർക്കായിരുന്നു. ഈ നേരമെല്ലാം വംശിയുടെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു. പെണ്ണിന്റെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന പോലെ ആ മിഴികൾ അവളുടെ വിരലുകളിലൂടെ ഓടി. ഒടുക്കം അവൾ ആദ്യത്തെ ഉരുള അവന് നേരെ നീട്ടിയതും ചെക്കന്റെ മുഖത്തിനൊപ്പം ഇത്തവണ ആ കണ്ണുകളും വിടർന്നിരുന്നു. തന്റെ മടിയിൽ കിടന്നുറങ്ങുന്നവന്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ അവനിൽ നിന്നും ഒരു നിമിഷം പോലും നോട്ടം മാറ്റാതെ അങ്ങനെ നോക്കിയിരുന്നു. കുറച്ചു മുന്നേ ആഹാരം വാരിക്കൊടുത്തത് ഒരൽപ്പം കഴിച്ചതും അത് ശരിക്കും വയറ്റിൽ എത്തിയോന്ന് പോലും അറിയില്ല. അതിനു മുന്നേ പിന്നെ ഛർദിച്ചു. ശരിക്കും പറഞ്ഞാൽ പേടിച്ചുപോയി. അവനൊപ്പം ബാത്റൂമിലെത്തി പിന്നിൽ തടവിക്കൊടുത്തൊന്നും ആൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല. വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഒപ്പം തന്നെ നിന്ന് അവനെ സോഫയിലേക്ക് കൊണ്ടിരുത്തുമ്പോഴാണ് അഗ്നിയേട്ടൻ കൊണ്ടുവന്ന മെഡിസിൻ അവനെ അങ്ങനെ ഇരുത്തി മെഡിസിൻ കവർ തുറന്നു നോക്കിയപ്പോൾ ഛർദിയുടെയും ഗ്യാസിന്റെയും ഒക്കെ മരുന്ന് കണ്ടു. അതിൽ എഴുതിയേക്കുന്ന പോലെ ആൾക്ക് കൊടുക്കാൻ നോക്കിയതും അത് കുടിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു അടുത്ത വാശി. അവസാനം കരഞ്ഞു കാലുപിടിച്ചിട്ടാണ് ആ മെഡിസിൻ ഒന്ന് കഴിച്ചത്. അത് കഴിച്ചു കഴിഞ്ഞിട്ടും ദേഷ്യമടങ്ങാതെ നിന്നവനെ എങ്ങനെ മെരുക്കുമെന്നറിയാതെ പകച്ചു നിന്നുപോയി. അവസാനം എന്തോ കാര്യത്തിന് പിന്നെയും ദേഷ്യമെടുത്തു തുടങ്ങിയതും മറ്റൊന്നും ആലോചിക്കാതെ അവനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അങ്ങനെ ഇരുന്നു ധാത്രി. പക്ഷെ തന്നെ ശരിക്കും ഞെട്ടിച്ചുകൊണ്ട് അവൻ ചേർത്തു പിടിച്ചതല്ലാതെ പിന്നെ ഒച്ചയെടുക്കുകയോ വാശി കാണിക്കുകയോ ചെയ്തില്ല. ഒരു തരത്തിൽ അത് നൽകിയ ആശ്വാസം ചെറുതൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇരുന്ന് കുറെ കഴിഞ്ഞതും അവന്റെ ശരീരത്തിന് ഭാരം കൂടുന്നു തോന്നി നോക്കുമ്പോൾ കാണുന്നത് തനിക്ക് നേരെ ചരിഞ്ഞു വന്ന് ഉറക്കം തൂങ്ങുന്നവനെയാണ്. അവനെയും വിളിച്ച് മുറിയിലേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും സോഫയിലേക്ക് തന്നെ കിടന്നു വംശി. ഒപ്പം അവളെയും പിടിച്ച് കിടത്താൻ നോക്കിയതും പെണ്ണ് ഒരു വാശിക്ക് നിൽക്കാതെ അവന്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ച് ഒതുങ്ങിയിരുന്നു. മരുന്നിന്റെ ക്ഷീണം കൊണ്ടാകും കൂടുതൽ ബലം പിടിക്കാതെ അവൻ അപ്പോഴേ ഉറങ്ങിയിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ താനും മയങ്ങിയെന്ന് തോന്നുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ സമയം 3 കഴിഞ്ഞിട്ടുണ്ട്. വെപ്രാളപ്പെട്ട് എഴുന്നേൽക്കാൻ പോയതും മടിയിൽ കിടന്നവൻ പിന്നെ ഒന്നനങ്ങി. അപ്പോഴാണ് അങ്ങനെ ഒരാൾ മടിയിൽ കിടക്കുന്നു എന്ന് ഓർത്തോ തന്നെ. മെല്ലെ അവന്റെ തലയെടുത്ത് സോഫയിലേക്ക് വെച്ച് എഴുന്നേൽക്കാൻ പോയതും ചെക്കൻ തിരിഞ്ഞു കിടന്ന് വയറ്റിലേക്ക് മുഖം അമർത്തി അവളെ ചേർത്തു പിടിച്ചിരുന്നു. വിറച്ചുപോയി ധാത്രി. അവന്റെ മീശത്തുമ്പ് വസ്ത്രത്തിനിടയിലൂടെ അവളുടെ വയറ്റിലേക്ക് കുത്തി നോവിക്കും പോലെ. പെണ്ണ് ശ്വാസം മുഴുവനും എടുത്തുകൊണ്ട് വയറുള്ളിലേക്ക് വലിച്ചു വെച്ചു. പക്ഷെ പിന്നെയും അവന്റെ കൈയുടെ മുറുക്കം കൂടിയതും ശ്വാസം പതിക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല.
അതുവരെ ഇല്ലാതിരുന്നൊരു വെപ്രാളത്തിൽ പെണ്ണിന്റെ നെറുകയില് വിയർപ്പുതുള്ളികൾ പൊടിയാൻ തുടങ്ങി. ഒപ്പം മൂക്കിൻ തുമ്പിലും ചുണ്ടിനു പുറത്തുമൊക്കെ പൊടിഞ്ഞ വിയർപ്പ് തുടയ്ക്കാനായി കൈ ഉയർത്തിയതും വംശിയുടെ കൈ അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. പാതി ഉണർന്നവൻ കണ്ണുകൾ തുറക്കാതെ അവൾക്ക് നേരെ മൂളിയതും പെണ്ണവന്റെ മുഖത്തു നോക്കിയതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. അവൻ കണ്ണു തുറന്നവളെ നോക്കി. ആർ യു ഓക്കേ? വല്ലാത്തൊരു വെപ്രാളത്തോടെ തന്നെ നോക്കുന്നവളെ വംശി നെറുകയിൽ കൈ തടവിക്കൊണ്ട് എഴുന്നേറ്റ് ചോദിച്ചു. ചെക്കനാകുന്നതും ശ്വാസം കിട്ടിയതുപോലെ പെണ്ണ് നീട്ടിയൊന്ന് നിശ്വസിച്ചു. എടി, നീ എന്താ ഇങ്ങനെ ചത്തുകുത്തിയ പോലെ ഇരിക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത്തവണ ശബ്ദത്തിൽ ആ ഒച്ചപ്പാടും കൂടി വന്നതുമല്ല പെണ്ണ് പെട്ടെന്നില്ലെന്നുള്ള രീതിയിൽ തലകുലുക്കി. മൂളുമ്പോഴും അവന്റെ കൈ തലയാകെ വല്ലാതെ അമർത്തുന്നുണ്ടായിരുന്നു. വിച്ചേട്ടന് തല വേദനിക്കുന്നുണ്ടോ? ഞാൻ എന്നാൽ സ്ട്രോങ് ആയിട്ടൊരു കോഫി ഇട്ടുകൊണ്ട് തരട്ടെ? അതിനും അവനൊന്ന് മൂളി. അവന്റെ മൂളൽ കേട്ട് എഴുന്നേറ്റതും പെട്ടെന്ന് പെണ്ണിന്റെ കയ്യിൽ നിന്നും പിടിവീണു. നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. ഞാനിപ്പോ വരാം, ഏട്ടൻ റെസ്റ്റ് എടുത്തോ. അവന്റെ കവളിലേക്ക് കൈവച്ചാണ് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെടാതെ വംശിയുടെ മുഖം അങ്ങ് മാറി. ഞാനൊപ്പം വന്നാൽ നിനക്കെന്താ പറ്റില്ലേ? അല്ലെങ്കിലും ഞാനില്ലാത്തതാണല്ലോ നിനക്ക് സന്തോഷം. വല്ലാത്തൊരു പുച്ഛത്തോടെ അവൻ പറഞ്ഞതും താൻ പറഞ്ഞതിനെ അവൻ എവിടെ കൊണ്ടാണ് കൂട്ടിക്കെട്ടിയതെന്ന് ആലോചിച്ച് ധാത്രി തലയ്ക്ക് കയ്യും കൂടി തിരിഞ്ഞുപോയി. ഞാൻ എവിടെയും പോകുന്നില്ല, വിജയനൊപ്പം തന്നെയുണ്ട്. അടുത്തിരുന്ന് അവന്റെ നെഞ്ചിലേക്ക് പിന്നെയും തല ചേർത്തതും അവൻ അവളെ വരിഞ്ഞു മുറുക്കും പോലെ അവനിലേക്ക് അടുപ്പിച്ചു. നീ എന്നെ ഇട്ടിട്ട് പോയാലും എനിക്കൊന്നുമില്ല ധാത്രി. ഞാൻ നല്ല സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഇത്രയും ദിവസം ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് നീ പോയാൽ ഞാൻ അകത്താളരും താളം തെറ്റും എന്നൊന്നും നീ കരുതരുത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഒന്നും അല്ല നീ എനിക്ക്. അവളെ പറ്റാവുന്ന അത്രയും തന്റെ നെഞ്ചിലേക്ക് മുറുക്കി ആ നെറുകയിൽ ഓരോ തവണയും ചുംബിച്ചുകൊണ്ടാണ് അവന്റെ ഓരോ വാക്കുകളും വന്നത്. അത് കേട്ടതുമല്ല പെണ്ണിന്റെ മുഖം പിന്നെയും മാറി. അവൾക്കത് വല്ലാത്ത സങ്കടം ഉണ്ടാക്കി. പെണ്ണ് ദേഷ്യത്തോടെ അവന്റെ നെഞ്ചിൽ നിന്ന് കുതറിയതും അവൻ അത്രയും ബലത്തോടെ അവളെ പിന്നെയും പിടിച്ചടക്കി. എന്തിനടി കിടന്ന് ബലം പിടിക്കുന്നത്? ദേഷ്യത്തോടെയുള്ള അവന്റെ ചോദ്യത്തിൽ ആ നെഞ്ചിലേക്ക് അമർത്തി കടിച്ചു പെണ്ണ്. ഞാൻ പോകുക, എന്നെ ഇഷ്ടമല്ലാത്തത് കൂടെ ഒന്നും ഞാൻ നിൽക്കില്ല, വിട്ടേ. പറയുമ്പോൾ കരയുകയായിരുന്നു അവൾ. അത് കേട്ടതുമല്ല അവന്റെ ചുണ്ടിനറ്റം ഒന്ന് കോടി. മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ചു. അവൻ എഴുന്നേറ്റ് അവളെ തോളിലേക്കിട്ടു. പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ പെണ്ണ് ശരിക്കും പേടിച്ചുപോയി. അവളെയും കൊണ്ട് അവൻ നേരെ പോയത് ബെഡ്റൂമിലേക്കായിരുന്നു. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.